ഇതിലൂടെ സന്തോഷം എന്തായാലും എനിക്കില്ല. കിട്ടിയതിൽ സമാധാനമുണ്ട്. കാരണം ഓരോ ദിവസവും മെനക്കെട്ട വിഷയമാണ്. കിട്ടണം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് 7 ദിവസമായി. ഇത് ഏതായാലും കിട്ടിയല്ലോ. ഒന്ന് കുറേ ആളിനെ വിമർശിച്ചിരുന്നു. ഓല് കാണട്ടെ ഇതിൻ്റെ ഉള്ളിൽ ചന്ദനുണ്ടോ, ഓനെ കൊണ്ടുപോയി എവിടെ കൊന്നോ ഒക്കെ നോക്കട്ടെ. എന്നിട്ട് കുറേ ചാനലുകാരുണ്ട്, ഓരോ പിന്നിൽ ഞാൻ എന്തായാലും പോവും. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരിക്കുന്നു ഈ വിഷയത്തിൽ. ഒരാൾ ഒരു വിഷയത്തിന് ഉറച്ച് തുനിഞ്ഞിറങ്ങിയാൽ അതിൻ്റെ റിസൾട്ടാണിത്. എത്ര ആളിന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി, പിന്തിരിയൂല. അങ്ങനത്തെ ആ കൂട്ടത്തിൽ പെട്ടതല്ല. ഇനിയെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്ന് കൊടുക്കുക, പരിഹസിക്കരുത്. എനിക്കതാ പറയാനുള്ളത്. പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത്. എത്ര അനുഭവിച്ച് ഇതിൻ്റെ പിന്നിൽ പണം പോട്ടെ, പക്ഷെ എന്താ പറഞ്ഞാൽ മനസ്സ് മടുത്തോയാൽ പോവും. അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. നമുക്കൊരു സമാധാനം തരുന്ന വാർത്തയല്ല, പക്ഷേ ആ ചോദ്യത്തിനൊരു ഉത്തരവായി അല്ലേ. ഓൻ്റെ വീട്ടിൽ ഓൻ്റെ മോൻക്ക്, ഓൻ്റെ ഭാര്യക്ക്, അച്ഛന്, അമ്മക്ക്, എല്ലാവർക്കും, പെങ്ങന്മാർക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം ജീവിതകാലം മുഴുവൻ ഓനെ കാണാതായും കൊണ്ട് ഓർക്കും ജീവിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും വിധി എന്തായാലും അവനെന്തായാലും ജീവനോടെ വെക്കില്ല എന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും ഓൻ്റെ ഭാഗം കൊണ്ടുപോയി കൊടുക്കൽ ആവശ്യമാണ്. പിന്നെ അതുമാത്രമല്ല, ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഇത് ഒരു അഭിമാനിക്കേണ്ട വിഷയമാണ്. കാരണം നമ്മളൊരു മലയാളി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ പോരാടിയിട്ട് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കണം. നമ്മൾ വിട്ടുകൊടുക്കണ കൂട്ടത്തിലുള്ള എല്ലാം എന്നുള്ളത്, വിടൂല എന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ വിഷയത്തിൽ. കാരണം ആ വീട്ടിലേക്കുള്ള ഒരു അത്താണിയായിരുന്നു ആ പോയത്. പക്ഷേ കേരളം മൊത്തം ഓരോ കൂടെ നിന്ന് കൊടുക്കി, അത്ര എനിക്ക് പറയാനുള്ളൂ. 70 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ അർജുനെ ലഭിക്കുകയാണ്. അർജുനെ ലഭിക്കാന്ന് പറയുമ്പോൾ അർജുന്റെ വീട്ടുകാർക്ക് ഒരല്പം ആശ്വാസം. തന്റെ ഭർത്താവിന്, അല്ലെങ്കിൽ തങ്ങളുടെ മകന്, അല്ലെങ്കിൽ കുഞ്ഞിന്റെ പിതാവിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനും ആത്മാവിന് മോക്ഷപ്രാപ്തി കൊടുക്കാനും സാധിക്കുന്നു എന്നൊരു ആശ്വാസം. അർജുൻ നഷ്ടപ്പെട്ടു, അത് ഏകദേശം നമ്മൾ നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. കരയിൽ 4 ദിവസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും അവിടെ നിന്ന് പിന്നെ അത് വെള്ളത്തിലേക്ക് പോയി എന്ന് മനസ്സിലായിക്കൊണ്ട് വെള്ളത്തിലെ തെരച്ചിൽ, പക്ഷെ അന്ന് ദുഷ്കരമായിരുന്നു. ഈശ്വരമൽപ്പെ തെരച്ചിൽ നടത്തുമ്പോൾ അത് കിട്ടും എന്ന് ഉറപ്പായിരുന്നു. പിന്നീട് ഈശ്വരമൽപ്പെ വിവാദങ്ങളും മറ്റു പലതും ഉണ്ടായി. ഇതിനിടയിൽ ഈ അവസരം മുതലാക്കി ചില മാധ്യമങ്ങൾ, ചില യൂട്യൂബ് ചാനലുകളൊക്കെ മനാഫിന് നേരെ ഒളിയമ്പ് ചെയ്തു. ഒളിയമ്പല്ല, പരസ്യമായി അമ്പ് ചെയ്തു. ഒരു ബില്ലും പൊക്കി പിടിച്ചുകൊണ്ട് ഇയാൾ കള്ളക്കടത്തുകാരനാണ്, കൊള്ളക്കാരനാണ്, തീവ്രവാദിയാണ് എന്നൊക്കെ പറഞ്ഞു. 70 ദിവസമായി മനാഫിന് ആകെ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അർജുൻ തന്റെ സഹോദരനെ പോലെയാണ്, അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് അർജുന് വേണ്ടി കർമ്മം ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കണം. അത് കൊടുക്കാതെ താൻ പിന്നോട്ടില്ല എന്ന ഉറച്ച തീരുമാനം. നമുക്കറിയാവുന്നതാണ്. ഇതിനുള്ളിൽ എത്രയോ തവണ ഈ തെരച്ചിൽ നിർത്താൻ വേണ്ടി അധികാരികൾ, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ചിലർ ശ്രമിച്ചു എന്നുള്ളതാണ്, ബന്ധപ്പെട്ട അധികാരികൾ. അതിനെന്താണ് കാരണമെന്ന് ഇനിയും ദുരൂഹമാണ്. മനാഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോറി എടുത്തു, അതിൽ അർജുനന്റെ ബോഡി കിട്ടിയതോടുകൂടി ബാക്കിയുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടിയതോടുകൂടി മനാഫിന്റെ ദൗത്യം പൂർത്തിയായി. അദ്ദേഹത്തിന് ഒരല്പം ആശ്വാസം. ഒരുപാട് സങ്കടമാണ് ലോറി പോയതിലല്ല, പക്ഷെ അർജുനെ ജീവനോടെ എത്തിക്കാൻ കഴിയാത്തതിൽ. എങ്കിലും ഒരുപാട് സങ്കടം, ഒരുപാട് പ്രതീക്ഷകൾ. അതിന്റെയൊക്കെ അറ്റത്ത് അർജുന്റെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭൗതികാവശിഷ്ടങ്ങൾ എത്തിക്കാൻ സാധിക്കുമ്പോൾ ഓരോ മലയാളിക്കും ഒരല്പം ഒരു ആശ്വാസം എന്ന് പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അപകടം എന്നത് ആർക്കും വരാം, എവിടെയും വരാം, എപ്പോഴും വരാം. പക്ഷെ ആ അവസരത്തിലൊക്കെ അത് വെച്ച് മുതലാക്കിക്കൊണ്ട് ചാനൽ റീച്ച് കൂട്ടുന്ന ചിലരുടെ സ്വഭാവമാണ്. അതിന്റെ മറുഭാഗത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് ചിലരുടെ ഞരമ്പ് രോഗമാണ്. അതെന്താണ് അതിന്റെ പ്രത്യേകത എന്നറിയില്ല. അത്തരം പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില തീവ്രവാദികൾ, ചില ഭീകരവാദികൾ അത്തരത്തിൽ പ്രയോഗിക്കുന്നു എന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. കാരണം ഈ പേരുകാരും
എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതേസമയം ഈ പേര് ഉപയോഗിക്കുന്നവർ ഈ സംസ്ഥാനത്തിന്, നമ്മുടെ രാജ്യത്തിന് അപകടമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അർജുനെ ലഭിച്ച ഈ സന്ദർഭത്തിൽ ഈ വാക്ക് എത്രത്തോളം ആകുമെന്ന് എനിക്കറിയില്ല. ചില യൂട്യൂബ് ചാനലുകളെങ്കിലും തീവ്രവാദിയും അതേപോലെ ഭീകരവാദിയും ഒക്കെ മനാഫിനെ ആക്കി മാറ്റുമ്പോഴും മനാഫിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, അർജുനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന് ഒരു ആശ്വാസം. അതാണ് ഗംഗാവലിപ്പുഴയിൽ നിന്ന് ആ ഡ്രഡ്ജറിന്റെ പരിശോധനയിൽ വലിച്ചു പൊന്തിച്ചത്, ക്യാബിൻ വലിച്ചു പൊന്തിച്ചത്. ആ ക്യാബിനുള്ളിൽ അർജുന്റെ അഴുകിയ മൃതദേഹാവശിഷ്ടം ഉണ്ടായിരുന്നു. അത് ആശുപത്രിയിലേക്ക് നീക്കിയിട്ടുണ്ട്. DNA പരിശോധന ആവശ്യമുണ്ടെങ്കിൽ മാത്രം, വീട്ടുകാരുടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും അതിന്റെ ആവശ്യം വരില്ല. അത് ആവശ്യം വരാതെ തന്നെ, കാരണം ആ ക്യാബിനിൽ അർജുനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ അവശിഷ്ടങ്ങൾ വിട്ടുകൊടുത്താൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മറ്റ് അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്താം. അതുപോലെ മനാഫിനും ആശ്വാസം. മനാഫ് 70 ദിവസമായി, 70 ദിവസത്തിലധികമായി മനാഫിന്റെ ഏക ഒരു ചിന്ത അർജുൻ മാത്രമായിരുന്നു. പല ആരോപണങ്ങളും പല വിധത്തിൽ തകർക്കാൻ ശ്രമിച്ചപ്പോഴും, പല രീതിയിലുള്ള കുപ്രചരണങ്ങൾ പലരും അഴിച്ചുവിട്ടപ്പോഴും ഒക്കെ അതിന്റെ അറ്റത്ത് ഈ ഒരു പ്രതീക്ഷ, ക്യാബിൻ എപ്പോഴെങ്കിലും കിട്ടും, വണ്ടി എപ്പോഴെങ്കിലും കിട്ടും, ബാക്കിയുള്ള ദുരൂഹതകളൊക്കെ അവിടെ നിൽക്കട്ടെ, അർജുന്റെ എന്തെങ്കിലും ഒരു ഭാഗം കുടുംബത്തിന് കൊടുക്കണം, ആ ഒരു ചിന്ത. ഒരു മനുഷ്യൻ ഉറച്ച മനസ്സോടുകൂടി നിന്നു കഴിഞ്ഞാൽ എന്തും നടക്കും എന്നതിന്റെ തെളിവാണിത്. അല്ലെങ്കിൽ ആദ്യത്തെ ഘട്ട പരിശോധന നമുക്കറിയാവുന്നതാണ്. ഇത്രയും അപകടങ്ങളുണ്ടായി, അതിലുള്ളവർ ആരും അവശേഷിച്ചിട്ടില്ല, വാഹനം പുറത്തെടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ അർത്ഥത്തിൽ ആ റൂട്ട് ക്ലിയർ ചെയ്ത ശേഷം മണ്ണിട്ട് മൂടുക എന്നുള്ള ഒരു രീതിയാണ് സത്യത്തിൽ അവിടെ ഭരണകൂടം നോക്കിയത്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് അവിടെ പരിശോധിക്കാൻ നമുക്ക് സാധിച്ചു. ഏതാനും ദിവസങ്ങൾക്കകം ആ പരിശോധന നിർത്തിവെച്ചു. എന്നാൽ പിന്നീട് വളരെ പരിശ്രമ ഫലമായി പിന്നെ 2ാം ഘട്ടം വീണ്ടും വന്നു. ആ 2ാം ഘട്ടവും കുറെ കഴിഞ്ഞപ്പോൾ നിലച്ചു. വീണ്ടും കോടതി ഇടപെടലും മറ്റും എല്ലാം ആയി 3ാം ഘട്ടം വരേണ്ടി വന്നു. ഡ്രഡ്ജർ കൊണ്ടുവരേണ്ടി വന്നു. അതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ ക്യാബിൻ, അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ക്യാബിൻ പൊക്കിയെടുക്കുന്നതും അതുപോലെ അതിനുള്ളിൽ നിന്ന് അർജുന്റെ മൃതദേഹം ലഭിക്കുന്നതും. അർജുന് എന്ത് സംഭവിച്ചു, അർജുൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി. അർജുന്റെ ലോറിയെ കുറിച്ച് ഒരു പ്രസക്തിയും ഇല്ല എന്ന് ലോറി ഉടമ മനാഫ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പയെ സംബന്ധിച്ചിടത്തോളം, ഇരുവരും കൊടുത്തിട്ടുള്ള വാക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ അർജുനു വേണ്ടി അന്ത്യകർമ്മം ചെയ്യാൻ എന്തെങ്കിലും എത്തിച്ചു തരാതെ ഞങ്ങൾ ഉറങ്ങില്ല, ഞങ്ങൾ പിന്മാറില്ല എന്നുള്ള നിലപാടാണ്. അതിന്റെ പരിസമാപ്തിയാണ് ഇന്ന് ഇവിടെ പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ മനാഫിന് ഇനി അല്പം വിശ്രമിക്കാം.